ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആമുഖം എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നു. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഒരേ ഒരു തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്ത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയെ കോസി ഫെഡറൽ എന്ന് പറഞ്ഞത് KC വെയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇന്ത്യൻ ഭരണഘടനയെ ബാർഗൈനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ്. ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭ എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്ക. ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക. ഏകപൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലൻഡ്. ദ്വിമണ്ഡല സഭ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? കാനഡ. യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? കാനഡ.
അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കാൻ ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ട ആശയമാണ്? വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ ജർമ്മനി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ടിരിക്കുന്ന ആശയമാണ്? വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ ജർമ്മനി. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസ്. പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, ഗവർണർ പദവി എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ജപ്പാൻ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ജപ്പാൻ. പാർലമെന്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, സ്പീക്കർ എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, സ്പീക്കർ എന്നീ ആശയങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.